വെള്ളത്തിൽ കലരും ഇല്ല, നമുക്കങ്ങനെ ഒഴിക്കുകയും ചെയ്യാം. ഇതൊക്കെ പൊടികൾ അതിലിട്ടുണ്ട്. പിന്നെ ഈ സാധനം പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ടച്ച് ചെയ്താൽ മതി. സോഡ, ലിംബു പാനി. ഹായ്, ഞങ്ങളിപ്പോൾ ഉള്ളത് മുംബൈയിലെ ബൃഹഡ് മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഇലക്ട്രിക് AC ബസ്സിലാണ്. ഇപ്പോൾ മുംബൈയിലെ ഹാജി അലി ദർഗയിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് ക്രൗഡ് ഫോർഡ് മാർക്കറ്റ് പരിസരത്തേക്കാണ്. അവിടുത്തെ അബ്ദുറഹ്മാൻ സ്ട്രീറ്റിലേക്കാണ് ആദ്യത്തെ ഞങ്ങളുടെ യാത്ര. മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് AC ബസ്സുകൾ കാണാൻ പറ്റും, ഇലക്ട്രിക്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ ബെസ്റ്റ് എന്ന് എഴുതി വെച്ചത് കാണാം. നമ്മുടെ KSRTC ഒക്കെ പോലെ തന്നെ മുംബൈ സിറ്റിയിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് ഈ പറയുന്ന ബെസ്റ്റ് എന്ന് പറയുന്നത്. ബൃഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ട്രാൻസ്പോർട്ട് എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് മുംബൈ സിറ്റിയിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലേക്കും ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബസ് സൗകര്യം അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അബ്ദുറഹ്മാൻ സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് സൗത്ത് മുംബൈയിലെ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ പെട്ട ഒന്നാണ് ഈ ക്രൗഡ് ഫോർഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിൻ്റെ പേര് അബ്ദുറഹ്മാൻ സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ചെരുപ്പ്, സകലമാന ഐറ്റംസ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് ഇത്. ചെരുപ്പുണ്ട്, അതേപോലെ തന്നെ ഡ്രസ്സുകളുണ്ട്, പിന്നെ ക്രിസ്മസിൻ്റെ ചില സാധനങ്ങൾ കണ്ടു, നമ്മളെ ബ്രോഡ്വേയിലൊക്കെ ഉള്ള പോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ട്രീറ്റിലായിട്ട് നമ്മളുള്ളത്. നമുക്കിതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ മുംബൈയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണിത്. അപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് കൂടിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഗ്രോസറീസ്, അതേപോലെ തന്നെ ഡ്രസ്സുകൾ, ഇങ്ങനെ പല തരത്തിലുള്ള ഐറ്റംസ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് ഏരിയ ആണ് ഇത്. ഇത് അത്യാവശ്യം നമ്മൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. ഒരു വലിയൊരു വാസ്റ്റ് ഏരിയ ആണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ലോക്കലായിട്ടുള്ള പ്രൊഡക്റ്റ് മുതൽ എന്നാൽ അത്യാവശ്യം ഒരു റിച്ച്നെസ് ഒക്കെ തോന്നിക്കുന്ന നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നടത്താൻ തുടങ്ങി. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരേ ഐറ്റംസ് അല്ല, നമ്മൾ മുംബൈയിലൊക്കെ ചില ഏരിയകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡ്രസ്സുകൾ മാത്രം കാണാം, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ആയിരിക്കും മാർക്കറ്റ്. പക്ഷേ ഇവിടെ നമുക്ക് എന്താ പറയുക, ഗ്രോസറീസ് വരെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് ഇത്. ഈ കാണുന്ന ചെരുപ്പിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് 200-250 രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ ആ കാണുന്ന ഷൂവിൻ്റെ റേറ്റ് വരുന്നത് 500. അതേപോലെ തന്നെ ആ ചെറിയ ഷൂവിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് 250-150 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സുകളും ചെരുപ്പുകളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണിത്. അതാണ് അവിടെ കളിപ്പാട്ടം വെക്കുന്നുണ്ടോ, നല്ല അത്യാവശ്യം സൈസുള്ള കളിപ്പാട്ടങ്ങൾ കേട്ടോ. ചൈനീസ് സാധനങ്ങളാണ്, ലോക്കൽ. भैया ये मैट किधर कितना? 250 का जोड़ी है. ഇതൊരു ജോഡി 250 കേട്ടോ പറയുന്നത്. 100 രൂപക്ക് ബെൽറ്റ്. ഞാനൊരു ബെൽറ്റ് വാങ്ങണമെന്ന് കുറേ നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു റെക്സിൻ പീസായിട്ടാണ് തോന്നുന്നത്. കണ്ടോ, റെക്സിൻ്റെ പീസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് 200-200ൻ്റെത് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ. ഇത് അത്യാവശ്യം നല്ല ലെതറാണ് തോന്നുന്നു കേട്ടോ, 200ൻ്റെ. അപ്പോൾ നമ്മൾ മുംബൈ തെരുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുറഹ്മാൻ സ്ട്രീറ്റ്, മുംബൈ. ഇതിൻ്റെ ഇടക്കൂടെ കാറും പോകുന്നുണ്ട്, ആൾക്കാർ ഓരോന്ന് എടുത്തോണ്ടും പോകുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കാണ്, നടക്കാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതേ കണ്ടോ, സ്വീറ്റ് കോണാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. അതെ, ഇതിന് കളിപ്പാട്ടങ്ങളുടെ ഒരു ഷോപ്പാട്ടോ ഇത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള മാർക്കറ്റുകളിൽ അധികം കണ്ടുവരാത്ത പല ഐറ്റംസും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ഐറ്റങ്ങളൊന്നും ഞാൻ നമ്മുടെ നാട്ടിലെ മാർക്കറ്റുകളിൽ അധികം കണ്ടിട്ടില്ല. ചില ആൻറ്റിക് ഷോപ്പുകളിലൊക്കെ നമുക്കിത് കാണാമെന്നല്ലാണ്ട് ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ ഞാനിത് അധികം കണ്ടിട്ടില്ല.
എനിക്ക് തോന്നുന്നു ഈ പൂജ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വിളക്ക് ആയിട്ട് കത്തിക്കുന്നൊക്കെ ടൈപ്പ് സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഒരു ക്രൗഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ മാർക്കറ്റിൽ പല സ്ഥലത്തും ഇങ്ങനെ നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട്. നിംബു പാനി എന്നാണ് ഇവരിതിനെ പറയുന്നത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇവർ ഈ ഒരു പാക്കറ്റും കൂടെ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. എന്തോ ഒരു മസാല പാക്കറ്റാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് പല ഐറ്റംസ് കിട്ടുന്ന ഒരു മാർക്കറ്റാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചില ഫ്രൂട്ടുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് വാട്ടർ ചെസ്റ്റ്നട്ടാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, CST റെയിൽവേ സ്റ്റേഷൻ്റെ ആ വീഡിയോക്കകത്ത്. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള വീഡിയോ ആണെന്ന് അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ രൂപമാണത്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന പോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ലിച്ചി അങ്ങനത്തെയൊക്കെ ഫ്രൂട്ടുകളും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ഏരിയ ആണിത്. പിന്നെ ഇവിടെ ഒരുപാട് ഭിക്ഷക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മൾ എവിടെയെങ്കിലും നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു സൈസും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ക്രൗഡൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണിത്. പിന്നെ ഞങ്ങൾ ഈ മാർക്കറ്റിലേക്ക് വന്ന ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം 5 മണിയോട് അടുക്കുന്ന ഒരു സമയത്താണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫീസ് വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ സാധനങ്ങൾ വാങ്ങാനും അങ്ങനത്തെയൊക്കെ തിരക്കുള്ള ഒരു സമയത്ത് കൂടെയാണ് ഞങ്ങളിവിടെ എത്തിയത്. പിന്നെ ഇത്തരത്തിലുള്ള പേപ്പർ പ്ലേറ്റുകൾ, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പല ടൈപ്പ് സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഈ മഗ്ഗുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുള്ള ഡിസൈനിലുള്ള ഒരുപാട് മഗ്ഗുകൾ ഞങ്ങളിവിടെ കണ്ടായിരുന്നു. അത്ര വലിയ റേറ്റ് ഒന്നുമില്ല, 25 രൂപ 50 രൂപ അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ട ഐറ്റംസ്, പെന്ന്, പെൻസിൽ പോലെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതൊരു ഗിഫ്റ്റ് ഷോപ്പ് പോലത്തെ ഒരു ഷോപ്പാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ്, നമ്മുടെ ഇൻറ്റീരിയറൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളിവിടെ ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി, ഇത് കത്തും. ഇത് ക്രിസ്മസ് മാർക്കറ്റാണ് മുംബൈയിലെ. നമ്മളെ കൊച്ചിയിലൊക്കെ കാണുന്ന അതേ സെയിം ഐറ്റംസ് തന്നെ. ഇതാണ് മാർക്കറ്റ്. അടിപൊളി പ്ലേറ്റ് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, നമുക്ക് സ്വീറ്റ് അല്ലെങ്കിൽ മിഠായിയൊക്കെ നമുക്ക് പൊതിഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പൂവുകളും മാലകളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മിക്കവാറും ചൈനീസ് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആയിരിക്കും. ഇതിനൊന്നിനും തന്നെ അത്ര വലിയ റേറ്റ് ഒന്നുമില്ല. 50 രൂപ 20 രൂപ മാക്സിമം പോയി കഴിഞ്ഞാൽ 100 രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചിയിൽ ഇതിലേറെ റേറ്റ് വരുമായിരിക്കും ഈ സാധനങ്ങൾക്ക്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന കടകൾ, പിന്നെ അതേപോലെ തന്നെ വുഡൻ കിച്ചൺ ഐറ്റംസ് വിൽക്കുന്ന കടകൾ, അങ്ങനെ ഒരുപാട് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇപ്പോൾ സമ്പന്നരായിട്ടുള്ള ബോളിവുഡ് സെലിബ്രിറ്റീസ് മുതൽ പരമദരിദ്രരായിട്ടുള്ള ആളുകൾ വരെ താമസിക്കുന്ന ഒരു നഗരമാണ് ശരിക്കും മുംബൈ. അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരുപാട്, അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഉപജീവനമാർഗം നടത്തുന്ന ഒരു ഏരിയയാണ് ഈ ക്രോഫോർഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു നിംബു സോഡ പറഞ്ഞിട്ടോ പുള്ളിക്കാരനോട്. കുറേ നേരമായി നടക്കാൻ തുടങ്ങി. എന്തൊക്കെയോ പൊടികൾ അതിലിട്ടുണ്ട്. പിന്നെ ഈ സാധനം പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട്. ഓ അടിപൊളി സൗണ്ട്.
ഇതാണ് നമ്മൾ വാങ്ങിയ നിംബു സോഡ, നിംബു പാനി. നമ്മുടെ ഉപ്പ് സോഡയൊക്കെ അല്ലേ, അതുപോലത്തെ ടേസ്റ്റ് ആണ്, മധുരമല്ല. ഈ ഒരു സാധനം ഇതിനകത്ത് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ചിട്ടേ ചായപ്പൊടി ഇതിലിട്ടാ മതി. എന്നാ പിന്നെ ചായപ്പൊടി വെള്ളത്തിൽ കലരുമില്ല, നമുക്കങ്ങനെ ഒഴിക്കുകയും ചെയ്യാം. भाई ये कितना भाई? 400. 400 രൂപയാണ് ഇതിന്റെ റേറ്റ് പറയുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനം. എത്ര? ഓ, ഭയങ്കര റേറ്റാണല്ലോ. കരിമ്പ് പീസ് ആക്കി വെച്ചേക്കാം. ഇതൊരു ഫുഡ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ചാട്ട് ഐറ്റംസ് ആണ്. നമ്മുടെ സമൂസ ഉണ്ട്, അതേപോലെ ഉരുളക്കിഴങ്ങ് പൊരിച്ചുണ്ട്, അങ്ങനത്തെ ചാട്ട് ഐറ്റംസ്. പിന്നെ അതിൻ്റെ അകത്തേക്കൊക്കെ മാർക്കറ്റാണ് കേട്ടോ, വെറൈറ്റി സാധനങ്ങളുടെ മാർക്കറ്റാണ്. അഞ്ച് പാനിപൂരിക്ക് 20 രൂപയാണ് കേട്ടോ ഇവിടെ വില. ഇത് നല്ല രുചികരമായിട്ടുള്ളൊരു പാനിപ്പൂരിയാണ്. ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാനിപ്പൂരി കൂടിയാണ് ഇത്. അപ്പോൾ ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമായി എന്ന് കണ്ടപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് ഒരെണ്ണം കൂടെ ഫ്രീ ആയിട്ട് തന്നോട്ടോ. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഡൈവേർട്ട് ചെയ്താണ്, പക്ഷെ മാർക്കറ്റിൻ്റെ പേര് മാറിയിട്ടോ. ഇതിൻ്റെ പേര് സുതാർ ചൗൾ മുംബൈ എന്നാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ പേര്. സാധാ ചെറിയ ചെറിയ കടകൾ, പല പല ഐറ്റംസ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. മാർക്കറ്റിൻ്റെ പേര് മാറിയെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിന്റെ വിശേഷം എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയുക, എല്ലാ ഐറ്റംസും ഉണ്ട്. ഡ്രസ്സ് ഉണ്ട്, ചെരുപ്പുണ്ട്, അങ്ങനെ പല ഐറ്റംസും നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. ബാർഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണ്ട നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത്. പിന്നെ അത്യാവശ്യം നല്ല ഹിന്ദിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സോപ്പിട്ടൊക്കെ നമുക്ക് സാധനങ്ങൾ കുറഞ്ഞ റേറ്റിന് വരാം, കുറഞ്ഞ റേറ്റിന് നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിലൂടെ ഇങ്ങനെ വന്ന് നമ്മൾ വേറൊരു ഗല്ലിയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ആ സ്ട്രീറ്റിൻ്റെ പേര് മാറി, പക്ഷെ അവിടെ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ് ഈ മാർക്കറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.